ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീണ്ടും നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അങ്ങനെ വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കാണ്. ഇത്തവണ നമ്മൾ പോണ നേരെ അബുദാബിയാണ്. അബുദാബി ആണെങ്കിലും താമസിക്കുന്ന ദുബായിലാണ്. സോ ദുബായിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണവരെല്ലാം ഡീറ്റെയിൽസ് എന്തായാലും ഈ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ എത്തിഹാദ് എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എത്തിഹാദ് എയർവേസിൽ ട്രാവൽ ചെയ്യണത്. അതേപോലെ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിൽ പോണത്. എന്തായാലും കുറേ അധികം എക്സൈറ്റഡ് കണ്ടൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. അതുപോലെ എയർപോർട്ടിൽ നോക്കിയാൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് സാധാരണ പോലെ ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. സോ നേരെ പോവാം ഗൈസ്. നമ്മളിപ്പോൾ ചെക്കിനും കാര്യങ്ങളും ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നേരെ ഇവിടെ സീറ്റിലോട്ട് എത്തി. 10 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പം കൊച്ചിൻ എയർപോർട്ട് പണ്ടത്തെ പോലെയൊന്നുമല്ല, എല്ലാം നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ സമയം 1:30 ആയിട്ടുള്ളൂ. 4:30 നമ്മുടെ ഫ്ലൈറ്റ് ഇത്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മേളിൽ കാണുന്നുണ്ട്. 4:30 ഫ്ലൈറ്റ്. 4 മണിക്കാണ് ബോർഡിങ് തുടങ്ങുന്നത്. പിന്നെ എന്തായാലും കുറേ സമയമുണ്ട്. ഇവിടെ മൊത്തം വീണ്ടും തേരാപ്പാരാണെന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലൈറ്റിൻ്റെ ഇതും കാണാൻ പറ്റും. നമുക്ക് എത്തിഹാദ് എയർവേസ് ആണല്ലോ, EY255. അതിലാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഗേറ്റ് 1 ആണ്. വേറെയും അബുദാബിയിലേക്കും ദുബായിലേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. സോ നമ്മളെന്തായാലും അത്യാവശ്യം പ്രീമിയം ആണ് എടുത്തേക്കണത്. സോ എന്തായാലും ഇനി ഇവിടെ മൊത്തം തെണ്ടി കിടന്നിട്ട് കാണാം. ഞാനപ്പോൾ താഴെ നേരെ ഫുഡ് കോർട്ടിലോട്ട് വന്നു. ജസ്റ്റ് നമ്മൾ ചിക്കൻ ഉണ്ട്. ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് വർക്കുണ്ട്. സോ അതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും താഴത്തേനേക്കാളും കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാഗിൽ ഇത്തിഹാദിൻ്റെ ഒരു ടാഗ് കൂടെ അവന്മാർ ഇട്ട് തന്നിട്ടുണ്ട്. ഇത്തിഹാദ് എയർവേസ് എന്തിനാണെന്ന് അറിയാൻ പാടില്ല. സോ കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മുടെ ബാഗിൽ എയർ ടാഗ് ഇട്ടിട്ടാണ് കേസ് വിട്ടത്. സോ അതിൻ്റെ ട്രാക്കിങ് നമുക്ക് മാറ്റി തന്നെ അറിയാൻ പറ്റും. 2 ട്രോളി ഇവിടെ അറിയാം. അതിൽ ഒരെണ്ണം എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ KFCയുടെ അടുത്തായിട്ടാണ്. പിന്നെ മറ്റേത് കാണിക്കുന്നത് ഐ തിങ്ക് ബർഗർ കിങ്ങിൻ്റെ അടുത്തായിട്ടാണ്. ബർഗർ കിങ് എന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലാണ്. മീൻസ് ലിറ്ററലി എൻ്റെ അടിയിലെവിടെയോ ഈ ബാഗ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ കൂടെ ഉണ്ട്, ഒരെണ്ണം അങ്ങാണ്. ബാഗ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം. എല്ലാവരും ഒരു ടാഗ് വാങ്ങണത് നല്ലതാണ്. ഇനി എന്തായാലും കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങി വന്നിട്ട് ജസ്റ്റ് ഫ്ലൈറ്റൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യാമെന്ന് ഓർത്തു. നേരെ നോക്കിയാൽ ഇവിടെ ഒരു ഒമാൻ എയറിൻ്റെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്യുന്നതാണ്. അവിടെ കുറേ നേരം ഈ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. എത്തിഹാദ് എയർവേസ് ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. തൊട്ട് ബാക്കിലൊരു ഗോഫസ്റ്റിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഗോഫസ്റ്റ് ഇവിടെ നിലത്തായിട്ട് കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നു. വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. എപ്പോൾ എന്നാലും കാണാം. എന്തായാലും നമുക്ക് വേണ്ട ഫ്ലൈറ്റ് ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഖത്തർ എയർവേസ് പുഷ് ബാക്ക് ചെയ്തതാണോ അതോ ലാൻഡ് ചെയ്തതാണോ എന്നറിയില്ല. അതുവഴി പോകണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം ഗൈസ്. നമ്മുടെ ബോർഡിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ് ക്ലാസ് ബോർഡിങ്ങാണ്. ഇവിടെ കാണാമല്ലോ, എത്തിഹാദ് എയർവേസിലാണ്. എന്തായാലും നമുക്കിനി വിളിക്കുമ്പോൾ ഉള്ളിലോട്ട് പോവാം. സീറ്റ് വൈസ് ബോർഡിങ് ആട്ടോ ഗൈസ്. ഇപ്പോൾ 22 നമ്മുടേത് ഐ ഗസ് 18 സീറ്റ്. ഇപ്പോൾ ടൈമുണ്ട് ഒരുപാട്. ഇനി അവരെല്ലാം പോയിട്ട് വേണം പോകാൻ. അപ്പോൾ ക്ലിയർ. നമുക്കപ്പോൾ താഴോട്ട് പോവാം. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കത് നോക്കിക്കാൻ സമയമില്ല. നേരെ താഴെ പോവാം. ആട്ടോ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ ഗേറ്റ് 1 നിന്നും ബോർഡ് ചെയ്യണത്. എന്തായാലും നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ഫ്ലൈറ്റ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ദൂരത്ത് ഫ്ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് വേറെ ഫ്ലൈറ്റൊന്നുമില്ല. നമുക്കെന്തായാലും നേരെ എയർ ബ്രിഡ്ജിലേക്ക് കിടക്കാം. എന്നിട്ട് ഉള്ളിൽ ചെന്നിട്ട് ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇതാണ് കേസ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ്. കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാം. 3x3 കൺഫിഗറേഷനിലാണ് ഫ്ലൈറ്റ്. എന്തായാലും 18F ആണ് നമ്മുടെ സീറ്റ്. നേരെ ഉള്ളോട്ട് പോകാം. ഫസ്റ്റ് ടൈമാണ് എത്തിഹാദി പറക്കുന്നത്. സീറ്റിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പില്ലോയും ബ്ലാങ്കറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ സീറ്റിൽ ചെന്ന് ഇരുന്നിട്ട് നോക്കാം. അങ്ങനെ പുഷ് ബാക്ക് തുടങ്ങി. നേരെ റൺവേയിലേക്ക്.
ഗൈസ് ഇപ്പോൾ ദുബായ് സമയം 6 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ കബിലേക്കുള്ള അപ്രോച്ച് തുടങ്ങി. ഞാനിപ്പോൾ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തത് 1/2 മണിക്കൂർ നേരത്തെയാണ്. സാധാരണ ലാൻഡിങ്ങിൻ്റെ 1/2 മണിക്കൂർ മുമ്പാണ് അപ്രോച്ച് തുടങ്ങുന്നത്. നിലവിലുള്ള നോക്കിയുള്ള വ്യൂ. നമ്മളിപ്പോൾ ഇറങ്ങി നേരെ ടെർമിനലിലേക്ക് പോകാം. എയർപോർട്ടും ഉള്ളാട്ടോ ഗൈസ്. ഫുള്ളൊരു വൈറ്റ് തീമിൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ അതേപോലത്തെ അതിൻ്റെ അകത്തേക്കുമ്പോഴുള്ളൊരു ഫീല് പോലെ. കുറേ നടപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമ്മുടെ കൊച്ചി പോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ അത്യാവശ്യം ക്രൗഡ് കുറവാണെന്ന്, എന്താണെന്ന് അറിയില്ല. പിന്നെ നേരെ ബാഗ് എടുക്കണം. നമ്മുടെ ബാഗ് ഇവിടെ ബെൽറ്റ് 3-ലാണ്. അപ്പോൾ ബാഗ് എടുക്കണം, പുറത്തിറങ്ങണം, ബസ്സിൽ കയറണം, പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയണത്. എന്തായാലും നമുക്ക് നേരെ പുറത്തോട്ട് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ എയർ ടാഗിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് എളുപ്പം അറിയാൻ പറ്റും. ബാഗ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഗൈസ്, നമ്മൾ എക്സിറ്റിലേക്ക് കിടന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കാരും വെൽക്കം ചെയ്യാനില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ. എന്തായാലും സിം എടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സിം കാർഡ്, പിന്നെ ഊബർ കരീം ബസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കപ്പോൾ ബസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകേണ്ടത് സിം എടുത്തിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എളുപ്പം ഇറങ്ങാം. അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്ത് വന്നു. നേരെ കിടക്കണയാണ് നമ്മുടെ എത്തിഹാദിൻ്റെ ബസ്. ഇവിടെ നിന്ന് ആക്ച്വലി എത്തിഹാദിൻ്റെ ടിക്കറ്റിന് ഇപ്പോൾ ഫ്രീ ബസ് ദുബായിലോട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടൈമിംഗ് പറഞ്ഞാൽ 8:40-നാണ്. ഇപ്പോൾ സമയം 7:40. അതിന് 1 മണിക്കൂർ നിൽക്കണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു 35 ദിർഹംസ് കൊടുത്തിട്ട് വേറൊരു ബസ് എടുത്തിട്ടുണ്ട്. കയറാം, അതിലായിരിക്കും കയറി പോകണത്. ഇനി അതും ലേറ്റായി എത്തിഹാദിൻ്റെ ബസ്സിൽ തന്നെ പോകേണ്ടി വരും. ഇനി നോക്കാം നമുക്ക് ഏതിലായിരിക്കും ഭാഗ്യം കിട്ടുക. ഇതോട്ടോ ബസ് ആണ് ടിക്കറ്റ്. അത്യാവശ്യം നല്ല ബസ്സാണെന്ന് തോന്നുന്നു. എന്നാലും കയറാം. ഗൈസ്, ഫൈനലി ബസ്സിൽ കയറി. ഇതാണ് ഒരു ബസ്സിൻ്റെ വ്യൂ. പുറത്തോട്ട് നോക്കി എന്തായാലും നല്ല സിറ്റി വ്യൂവും കിട്ടും. വിൻഡോ സീറ്റിനെ കിട്ടി. ഇനി നേരെ ദുബായിലേക്ക്. അപ്പോൾ ബസ് എടുത്തു ഗൈസ്. ബസ് എടുത്തപ്പോൾ മറ്റേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് RGB ലൈറ്റൊക്കെ ഇട്ട് വൈബ് അടിച്ച് പോകാം. ഇപ്പം എൻ്റെ അടുത്ത് ആരുമില്ല, അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യാം, കിടന്നുറങ്ങുകയും ചെയ്യാം. 1.5 മണിക്കൂറുള്ളൂ ജേണി. കറക്റ്റ് പറഞ്ഞാൽ IBN ബത്തൂത്ത മോളിൻ്റെ അടുത്താണ് നമ്മുടെ വണ്ടി നിർത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു കരീം എന്തെങ്കിലും മീൻസ് നമ്മുടെ ടാക്സി പിടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ദുബായ് എത്തി. ഇത് IBN ബത്തൂത്ത മോളിൻ്റെ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ താഴ്ന്ന് എൻ്റെ നേരത്തെ വന്നതിൻ്റെ നോൾ കാർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ കാർഡൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇനി നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വിടാം. ടാക്സി എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് ഇവിടെ നിന്ന് തിരക്കുണ്ടാവില്ല മെട്രോന്. അപ്പോൾ ഞാൻ നൈസായിട്ട് പിന്നെ മെട്രോ കയറി പോകാമെന്ന് ഓർത്ത്. എന്തിനാ പൈസ കളയണം. എന്തായാലും നമുക്കിനി പോകണ വിശേഷങ്ങൾ നോക്കാം. ഫൈനലി മെട്രോ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇനി ഇവിടെ നിന്നൊരു 500 മീറ്റർ നടപ്പുണ്ട്. അപ്പോൾ ഈ ബാഗ് കൊണ്ട് നടക്കണം. കുറച്ച് അപ്പുറത്താണ് ഹോട്ടൽ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഹോട്ടലിലോട്ട് വിടാം. ആൻഡ് ഫൈനലി വി ആർ ഹിയർ ഗൈസ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് ഈ 2 ബിൽഡിങ് നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെയാണ്, അത്താന ഹോട്ടൽ. ഫോട്ടോയിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ ലൈറ്റൊന്നും ഇല്ലാത്ത പോലെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ ഹോട്ടലിൻ്റെ പേര് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത്താന ഹോട്ടൽ. എന്തായാലും രാവിലെ നല്ല വിഷ്വൽസ് കിട്ടും. നൈറ്റ് ആയതുകൊണ്ട് വിഷ്വൽസൊക്കെ ഇത്തിരി ശോകമായിരിക്കും. അപ്പോൾ മേളിൽ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് എൻട്രൻസ്. ഈ 2 ടവറും ഈ ഹോട്ടലിൻ്റെ തന്നെയാണ്, ഈ 2 ടവറും. എൻ്റെ ബാഗൊക്കെ ഉരുട്ടി ഒരു പരുവമായി. ഞാൻ ഇപ്പോൾ ഒരു 700 മീറ്ററോളം ബാഗ് ഉരുട്ടി കൊണ്ടുവന്നതാണെന്ന്. അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചാൽ മതിയായിരുന്നു.
എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നേരെ ഉള്ളിലോട്ട് കിടക്കാം. കേട്ടോ ഗൈസ്, കയറി വരുമ്പോഴുള്ള വിഷ്വൽസ് അകത്തുള്ള കേട്ടോ, പുറത്താണ് ശോകം, മാത്രം അടിപൊളിയാണ്. നമുക്ക് നേരെ ചെക്ക് ഇൻ ചെയ്യാം. ഗൈസ്, ദിസ് ഈസ് അവർ റൂം 505. സോ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കിടക്കാം. ഓക്കെ, യെസ്. എപ്പോഴും ഡോറ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഏത് ഹോട്ടലിൽ പോയാലും. ഓക്കെ, സോ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ദിസ് ഈസ് അവർ റൂം ഗൈസ് ഫോർ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. അപ്പം നമുക്കൊരു റൂം ടൂർ നടത്താം. എൻ്റെ ബാഗ് ഉരുട്ടി ശബ്ദം കേൾക്കണം ബാഗിൽ. ഓക്കെ, ആൻഡ് ഗൈസ്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോഴാണ് ഈ റൂം കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വിഷ്വൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ കയറി വരുമ്പം തന്നെ ഇതാണ് ഒരു ഓവറോൾ വിഷ്വൽസ് എന്ന് പറയണത്. നമുക്കിവിടെ ഒരു 2 സോഫ ഉണ്ട്, പിന്നെ ഇവിടെ ബെഡ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയില്ല. വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടർഫിൻ്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു ടർഫ് ഉണ്ട്, പിന്നെ നമ്മുടെ റോഡ്. വേറെ വ്യൂ ഒന്നുമില്ല. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പാം ജുമേറ. ഇത് കറക്റ്റ് ജുമേറ സൈഡിലായിട്ട് വരും. ടർഫാണോ ഗ്രൗണ്ടാണോ എന്നറിയില്ല. ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ നമ്മുടെ ഇത് ഹോളിഡേ, നമ്മളന്ന് മലേഷ്യ പോയപ്പോൾ ഹോളിഡേ ഇന്നിൽ താമസിച്ചില്ലേ കോലാലംപൂർ വെച്ചിട്ട്, അതുകൊണ്ട് സിമിലർ ആണ്. ഇവിടെ എന്താ ഓക്കെ. സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലോക്കർ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഒരു ഇതോടെ ഉണ്ട്. ശബ്ദം എൻ്റെ ദൈവമേ. ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഒരു ചെരുപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഹാങ്ങേഴ്സ്, പിന്നെ നമുക്ക് വയ്ക്കേണ്ട ലോക്കർ കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് നമ്മുടെ ടോയ്ലറ്റ് ടൂർ ഇതാണ് മെയിൻ. ഓക്കെ, ഇവിടെ ലോണ്ടറി സർവീസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഡി നോട്ട് ഡിസ്റ്റർബ് കാര്യങ്ങളൊക്കെ ഇതാക്കും. മേക്കപ്പ് റൂം, നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് കൊള്ളാട്ടോ സംഭവം. ലൈറ്റ് ഇട്ടു. ഇതെന്നതാ 2 എണ്ണോ? ഇത് വാഷ് ബേസ് ആണെന്ന് തോന്നുന്നു. പിള്ളേർക്ക് ഇരിക്കാനുള്ള പിള്ളേർക്ക് കഴുകാനുള്ള വാഷ് ബേസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ നമ്മുടെ വാഷ് ബേസ് ഉണ്ട്, ആൻഡ് ഷവർ ഏരിയ. ഓക്കെ, എന്തായാലും കൊള്ളാം ഗൈസ്, റൂം കാര്യങ്ങൾ കൊള്ളാം. പിന്നെ അമ്യൂണിറ്റീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്, ഒരു മിറർ ഉണ്ട്, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. ഇത് കൊള്ളാലോ. ഇന്ന് കുറേ ഐറ്റം ഷവർ ജെൽസ് വെച്ചിട്ടുണ്ട്. ഷവർ ജെൽസിന് അല്ലല്ല, ഷവർ ജെല്ല്, കണ്ടീഷണർ, ഷാംപൂ, ബോഡി ലോഷൻ എല്ലാം ഉണ്ട്. ഷവർ ക്യാപ്പ് ഉണ്ട്, വാൻറ്റിക്കിറ്റ് ഉണ്ട്, കോംബ് ഉണ്ട്. കോംബ് വരെ ഉണ്ട്, അത് കൊള്ളാം. അതെല്ലാ ഹോട്ടൽസിലും വരാത്തതാണ്. പിന്നെ ടിഷ്യൂ ഉണ്ട്, എന്തായാലും ആവശ്യം വരും. 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇവിടെ സോപ്പ് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? സോപ്പ് വയ്ക്കേണ്ട സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ. പിന്നെ ഇവിടെ ഒരു ടവലുണ്ട്, ഇവിടെ ഒരു ടവലുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 2 കുപ്പി വെള്ളം, 2 ഗ്ലാസ്, കോഫി മേക്കർ, കോഫിയുടെ കുറേ സാധനങ്ങൾ അതും ഇതൊക്കെ ഉണ്ട്. ഇവിടെ സാധനങ്ങൾ വയ്ക്കാം. ഇവിടെ ഇത് തുറക്കാൻ പറ്റും കേട്ടോ, അത് കൊള്ളാം. ഞാൻ എൻ്റെ അകത്ത് വെച്ച് മറക്കണ്ട ഒന്നും തുറക്കാതിരിക്കണേ നല്ലത്. ഇവിടെ ഇത് നമ്മുടെ ഫോണ്, ഇവിടെയും ടിഷ്യൂ ഉണ്ട്. അവരുടെ ഹോട്ടലിൻ്റെ മെനു ആണെന്ന് തോന്നുന്നു. ഇത് അറബിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. എന്നതാ ഇവിടെ എന്തോ ലൈറ്റ് ഉണ്ട്. കണ്ണടിച്ചു പോണു. അയ്യോ, അപ്പം കൊള്ളാം കേട്ടോ, നല്ലൊരു ആംബിയൻ ലൈറ്റ്. കിടക്കുമ്പം ഇങ്ങനെ കിടക്കാം, അപ്പം കൊള്ളാം. വേറെ പ്രത്യേകിച്ച് വ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഫ്ലാറ്റ് സ്ക്രീൻ TV, പിന്നെ ഇവിടെ ഒരു ഒട്ടകം, അവിടെ എന്തോ ഒട്ടകം, പിന്നെ അതേപോലത്തെ ഒരു ലൈറ്റ് ഇത് ഇവിടെയുണ്ട്. ഇതിട്ട് പിന്നെയും കണ്ണടിച്ചു കൊണ്ടാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഓക്കെ ഗൈസ്, ഇത് പിള്ളേർക്ക് കഴിയണ സാധനമല്ല, ഇത് യൂറിനലാണ്. എനിക്കത് പിന്നെ മനസ്സിലായത്. നമുക്കിങ്ങനെ എപ്പോഴും വലിയ ഹോട്ടലുകളിൽ കിടന്ന് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു മണ്ടത്തരം പറഞ്ഞത്. ബട്ട് എനിവേ അത് യൂറിനലാണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ഒരു ലോങ് ജേണിക്ക് ശേഷമായിട്ട് ഗൈസ് റൂമിലെത്തുന്നത്. കാരണം നമ്മൾ കൊച്ചിയിൽ നിന്ന് അബുദാബി ഇറങ്ങി, അബുദാബിയിൽ നിന്ന് ദുബായ് IBN ബത്തൂത്തയിൽ ഇറങ്ങി, അവിടുന്ന് മെട്രോ അടിച്ച് ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടപ്പായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റൂമിലെത്തി. ക്ഷീണമൊന്നുമില്ല, കാരണം യാത്ര ചെയ്ത് ശീലമായി. അതേപോലെ തന്നെ നല്ല ചൂടുണ്ട് ദുബായിൽ, അത്യാവശ്യം ചൂടുണ്ട്. ഇപ്പം രാവിലെ മിക്കവാറും നല്ല പണി കിട്ടും ചൂട്. കാരണം ഇന്നിപ്പം ഫുൾ AC-യിലായിരുന്നല്ലോ. നമ്മളിപ്പം മെട്രോന്ന് ഇറങ്ങിയപ്പോഴാണ് ആ ചൂട് കറക്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കുറേ എക്സൈറ്റിംഗ് കണ്ടന്റ്സ് വരുന്നുണ്ടോ കേട്ടോ വൈസ്, അത് മെയിനായിട്ട് പറയണം. നമ്മൾ ഇതിന് മുമ്പ് വന്ന പോലെ എല്ലാ സ്ഥലങ്ങളൊന്നും അല്ല. ഇത്തവണ ദുബായിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും വ്ളോഗൊന്നും ചെയ്യാത്ത സ്ഥലങ്ങളാണ്.
അത്യാവശ്യം എക്സൈറ്റഡ് കണ്ടന്റ്സ് ആണ്. നാളെ പിന്നെ നേരെ അബുദാബി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ചാനൽ വരാനുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വെച്ച് അവസാനിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി നാളെ ബാക്കി കാര്യങ്ങൾ കാണാം. Until then, this is me Alvin signing off and bye bye.